വെൽക്കം എവരിവൺ. ഇത് LG 21 ഫ്ലാറ്റിന്റെ TV ആണ്. അപ്പോൾ അതിന്റെ കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഡെഡ് ആണ്. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ആ പവർ ലീഡ് ഇതാകണ്ടല്ലേ, റെഡ് ലൈറ്റ് കത്തിയിട്ടങ്ങ് അണഞ്ഞ്. അപ്പോൾ ഇതാണ് ഇതിന്റെ കംപ്ലൈന്റ്. കൊണ്ടുവന്നപ്പോഴേ ഈ ഒരു കംപ്ലൈന്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ വേറൊരു വിചിത്രമായിട്ടുള്ളൊരു കാര്യം കാണിച്ചു തരാം. ചില ടെക്നീഷ്യന്മാർ കാണുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ പ്ലഗ് ഊരിയിട്ട് ഞാൻ ഒന്നുകൂടെ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇതാ സ്ക്രീനും ഓസിലേഷനും കാര്യങ്ങളെല്ലാം വന്നു. പക്ഷെ നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ജസ്റ്റ് ഓൺ ടൈം ആ LED ബ്ലിങ്ക് ആയിട്ട് അങ്ങ് പോയി. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ കാണിച്ചത്. ഇപ്പോൾ അതാ ഞാൻ റിമോട്ട് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, റിമോട്ട് കറക്റ്റായിട്ട് TV വർക്ക് ആവുന്നുണ്ട്. ഇനി ഇതാ റിമോട്ട് അത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഈ പവർ ബട്ടൺ, റിമോട്ടിലുള്ള പവർ ബട്ടൺ ഇതാ പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, റെഡ് ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നല്ല ഒന്ന് ബ്രൈറ്റ് ആയിട്ട് കത്തിയിട്ട് കംപ്ലീറ്റ് പവർ സപ്ലൈ അങ്ങ് പോയി, ഷട്ട് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഈ സമയത്ത് ബോർഡിൽ ആ വലിയ കപ്പാസിറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ല ചാർജ് നിൽക്കുന്നത് അറിയാൻ പറ്റും. ഓക്കെ, ഇത് പവർ സപ്ലൈ മൊത്തം കൊണ്ട് ഓഫായി. പക്ഷേ ഇങ്ങനെയല്ല വരേണ്ടത്, ആ സ്റ്റാൻഡ് ബൈയിലോട്ടാണ് ആയി പോകേണ്ടത്. ഓസിലേഷൻ കട്ടായിട്ട് നല്ല പവറിൽ കത്തി നിൽക്കണം ആ LED. ഓക്കെ, ഇപ്പം ഞാൻ ഊരിയിട്ട് ഒന്നുകൂടെ കൊടുത്തപ്പോൾ കണ്ടല്ലേ കറക്റ്റായിട്ട് ഓണായി വന്നു. ഓക്കെ, പിന്നെ അതാ ഇപ്പോൾ വീണ്ടും റിമോട്ടിൽ പ്രസ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് ആ LEDയും കൊണ്ടങ്ങ് ഓഫായിപ്പോയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. വീണ്ടും ഇതാ ഊരിയിട്ട് കൊടുത്താൽ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഓസിലേഷൻ വന്ന് ഓണായി നിൽക്കും. വീണ്ടും റിമോട്ടിൽ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് ഓഫായി പോകും. അപ്പോൾ ചിലവർ പറയും പവർ ബട്ടൺ പ്രസ് ചെയ്തിരുന്നാൽ പോരെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഓൺ ചെയ്യുമ്പോൾ ഇത് ഓൺ ആവില്ല, ജസ്റ്റ് ആ പവർ ലീഡ് ഇങ്ങനെ കത്തിയിട്ട് അങ്ങ് ഓഫായി അങ്ങ് പോകും. ഓക്കെ, അതുകൊണ്ട് ഈ കംപ്ലൈൻറ്റ് കറക്റ്റായിട്ട് മാറ്റി കൊടുക്കണം. പവർ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം കംപ്ലൈൻറ്റ് വരും, അങ്ങനെയല്ല, അല്ലാതെയും വരും. അപ്പോൾ ഇവിടെ കുറച്ച് കപ്പാസിറ്ററുകളുണ്ട്. പിന്നെ ഈ കപ്പാസിറ്ററിൽ നിന്ന് മാത്രമല്ല ഇങ്ങനത്തെ കംപ്ലൈൻറ്റ്സ് വരുന്നത്, വേറെയും കാരണങ്ങളുണ്ടെങ്കിൽ വരും. തൽക്കാലം ഇവിടുത്തെ ഇത്രയും കപ്പാസിറ്റർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കപ്പാസിറ്റർ ഞാൻ വെറുതെയാണ് മാറ്റിയത്. ആ 160 വോൾട്ട് 220 MFന്റെ കപ്പാസിറ്റർ അത് മാറ്റണമൊന്നുമില്ല. പക്ഷേ എന്തായാലും ഞാൻ അതും കൂടെ ഒന്ന് മാറ്റി, അത് പുതിയതിട്ടിട്ടുണ്ട്. ഇപ്പോൾ അതാ കറക്റ്റായിട്ട് ഈ ഓൺ ചെയ്തപ്പോൾ അതാ കറക്റ്റ് ഓണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാ കണ്ടില്ല, ആ റെഡ് LED ഇവിടെ കത്തി നിൽപ്പുണ്ട്. ഇനി ഒന്ന് റിമോട്ട് വെച്ച് പ്രസ് ചെയ്ത് നോക്കാം, ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ റെഡ് LED ഓഫായി പോകുന്നുണ്ടോ എന്ന് ഇവിടെ ശ്രദ്ധിച്ച് നോക്കണം. ഇപ്പോൾ അതാ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കണ്ടില്ലേ, റിമോട്ടിൽ പവർ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് LED ഓഫായി പോയിട്ടില്ല. കറക്റ്റ് ബ്രൈറ്റ് ആയിട്ട് തന്നെ LED തെളിഞ്ഞ് വന്നിട്ടുണ്ട്, സ്റ്റാൻഡ് ബൈലോട്ടായിട്ടുണ്ട്, അതായത് ഓസിലേഷൻ കട്ടായിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, പവർ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്തപ്പോൾ ആ റെഡ് LED മങ്ങി. ഇതാ ഇപ്പോൾ സ്ക്രീൻ വരുന്ന കാണാൻ പറ്റും, ഓസിലേഷൻ സ്ക്രീനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആ ഒരു കംപ്ലൈൻറ്റ്സ് അവിടെ മാറി.